നമസ്കാരം, ഞാൻ ഇരണൂർ രതീഷ്. ഫോക്കസ് മീഡിയ ക്രൈം ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോക്കസ് മീഡിയ ക്രൈം ഡെസ്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത് ആളുകേറ മലയിലെ കൊലപാതകത്തെ സംബന്ധിച്ചാണ്. റജി മാലൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഈ പുനലൂർ, പിറവന്തൂർ, മുക്കടവ് ഈ ആളുകേറ മലയിലെ കൊലപാതകം. റജി മാലൂരിന് ഓർമ്മ കാണും, നമ്മൾ ഒരു വാർത്ത പോയൊരു വാർത്ത എടുത്തതിന് ശേഷം നമ്മൾ കൊട്ടാരക്കര വന്നപ്പോഴായിരുന്നു ഈ കൊലപാതകത്തെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ നമ്മളോട് വിളിച്ചു പറയുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാര്യം നമ്മൾ ഓയൂരുന്ന് ഏതാണ്ട് ഒരു 2 മണിയോടുകൂടി കൊട്ടാരക്കരയിലെത്തുന്നു. അന്ന് പൊന്നൂരുള്ള മാധ്യമപ്രവർത്തകർ തന്നെ നമ്മൾ വിളിച്ചറിയുന്നു, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. നമ്മൾ അന്നേരം തന്നെ അവിടുന്ന് യാത്ര തിരിച്ച് ഏതാണ്ടൊരു 5 മണിക്ക് മുമ്പ് നമ്മൾ സംഭവ സ്ഥലത്തെത്തി. മുക്കടവ് എന്ന് പറഞ്ഞ മുക്കടവ് നല്ല പ്രകൃതിരമണീയമായ ഒരു സ്ഥലമാണ്. കാര്യം അരുവിയും ഒരു സ്ഥലത്ത് ആറിങ്ങനെ ഒഴുകി പോകുന്നു, ഒരു സ്ഥലത്ത് മല, പിന്നെ ആ വളവിലാണ് പാലം, നല്ലൊരു പാലം. അപ്പം നല്ല രസമുണ്ട്, നല്ല മനോഹരമായൊരു സ്ഥലമാണ്. ആ ഈ സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പം നമ്മൾ കാണുന്നത് ആംബുലൻസിലേക്ക് ഈ ബോഡി കയറ്റുന്നതായിട്ടാണ്. അതിനുശേഷം ഇച്ചിരി ഇരുട്ടൊക്കെ ആവശ്യമെങ്കിൽ നമ്മൾ മേളിലേക്ക് കയറുന്നു. മുകളിലോട്ട് കയറാൻ നമുക്ക് നല്ല പ്രയാസം ഉണ്ടായിരുന്നു. ശരിക്കും രണ്ട് സൈഡും കാടുകളും പിന്നെ ഒരു കല്ലും ഇതൊക്കെ നിറഞ്ഞൊരു പാത. ആ പാത കൂടെ നമ്മൾ മുകളിലേക്ക് കയറി അവിടെ ചെന്ന് അവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്തായിരുന്നു. എടുത്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി താഴെ ഇറങ്ങി വരുമ്പോഴാണ് ആദ്യമായിട്ട് മൃതദേഹം കണ്ട ആളുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു സംസാരിക്കുന്നത്. അന്ന് എനിക്കൊന്ന് രതീഷാന്ന് തോന്നുന്നു ബൈക്ക് എടുത്തു തോന്നുന്നു അല്ലേ? അതെ. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലായി. അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഏതാണ്ട് കുമ്പളക് പഠിക്കാനായിട്ട് ഏതാണ്ട് ഒരു 8-9 മണിയോടുകൂടി ഏതാണ്ട് 8-9 അദ്ദേഹം മുകളിലേക്ക് കയറുകയാണ്. അപ്പം ഇദ്ദേഹം ഈ നമ്മുടെ ആ മുക്കടവിനടുത്ത് മുക്കടവ് കഴിഞ്ഞിട്ട് നമ്മുടെ പൊന്നൂരോട്ട് പോകുന്ന പാതയിൽ ചെറിയ കടകളുണ്ട്. അന്ന് ഈ മറ്റേ അയ്യപ്പന്മാരുടെയൊക്കെ സീസണാണ്, അയ്യപ്പന്മാരുടെ സീസണാണ്. അയ്യപ്പന്മാർക്ക് വേണ്ടി കുറച്ച് കടകളുണ്ട്, അവർക്ക് വിശ്രമിക്കാനും അവർക്ക് ചായ കുടിക്കാനും. ഒരു ഇടത്താവളം പോലെ ഒരു കുറച്ച് കടകളൊക്കെ ഉണ്ട്. കാര്യം അവർക്ക് കഞ്ഞിയും കപ്പയൊക്കെയാണ് അവിടെ. അപ്പോൾ ഈ കഞ്ഞിക്കും കപ്പയ്ക്കും കാന്താരി മുളക് പറിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം മുകളിൽ ആ പ്രദേശത്തേക്ക് പോകുന്നത്. ഏതാണ്ട് ഒരു 1.5 ഏക്കർ സ്ഥലം, ഒരു സ്വകാര്യ വ്യക്തികളുടെ ഒരു 1.5 ഏക്കർ സ്ഥലത്ത് 10 മാസത്തോളമായി ആ ടാപ്പിങ് നടന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാട് നല്ല വൃത്തിക്ക് വളർന്നു, ഒരാൾ പൊക്കത്തിൽ കാട് വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്താണ് ഈ മൃതദേഹം കിടന്നത്. അങ്ങനെ അദ്ദേഹം ഇവിടെ മുളക് പറിക്കാൻ പോകുമ്പോഴത്തേനും വല്ലാത്ത ദുർഗന്ധം ഇദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് വന്ന് കയറുന്നു. അദ്ദേഹം അത് തെരഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു മനുഷ്യ ശരീരം കാണുന്നത്. പഴകിയ ഒരു മനുഷ്യ ശരീരം, കത്തിക്കരിഞ്ഞ രീതിയിൽ. അദ്ദേഹത്തിന് അങ്ങനെ അറിയില്ല, പക്ഷെ അതിനെ പഴകിയ ദീർഘിച്ചൊരു മനുഷ്യ ശരീരമാണ് കാണുന്നത്. അദ്ദേഹം നേരെ പേടിച്ച് താഴെ വന്ന് ആൾക്കാരോട് പറയുകയാണ് ഉണ്ടായത്, ഇതുപോലൊരു ബോഡി മുകളിൽ കിടപ്പുണ്ട്. ഉടൻ തന്നെ പോലീസും ബാക്കിയുള്ള ജലപ്രതിനിധികളൊക്കെ സംഭവ സ്ഥലത്തെത്തി ആ ബോഡി പരിശോധിക്കുന്നു. അപ്പം ചെങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നതാണ്, പക്ഷേ ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റില്ല. അതേ രീതിയിൽ അതിനെ കരിച്ചിരിക്കുകയാണ്, എന്തോ ഒരു ദ്രാവകം. അന്നേരം നമ്മളോട് പോലീസുകാർ പറഞ്ഞത് എന്തോ ഒരു ദ്രാവകം ഒഴിച്ച് ഈ ബോഡി മുഴുവൻ കരിച്ചിരിക്കുകയാണ് എന്നാണ് അന്ന് ഈ പോലീസുകാർ നമ്മളോട് പറഞ്ഞത്. പോലീസിനോടൊക്കെ ചോദിക്കും, പോലീസുകാർ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തു. ദ്രാവകം എന്താണെന്ന് അറിഞ്ഞിട്ടുമില്ല. അവിടെ ഈ ബോഡി കിടന്ന സ്ഥലത്ത് കത്തിക്കരിഞ്ഞതിൻ്റെ പാടുകളൊന്നുമില്ല. കരിയില കത്തിയിട്ടില്ല, അവിടുത്തെ ചെടികൾ കത്തിയിട്ടില്ല. പിന്നെ ഈ റബ്ബറിനോട് ചേർന്നാണ് കെട്ടിയിരിക്കുന്നത്. അപ്പം ആ റബ്ബറിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല. അപ്പം അവിടെ തൊട്ട് കത്തിച്ചതിൻ്റെ ലക്ഷണമില്ല. നമ്മളത് വ്യക്തമായിട്ട് കണ്ടതുമാണ്. അത് രതീഷ് എന്നോട് പറഞ്ഞ ഷൂട്ട് ചെയ്യാനൊക്കെ പറഞ്ഞായിരുന്നു സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നു. അതിനുശേഷം പിറ്റേന്ന് പത്തനാപുരത്ത് നമ്മൾ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പത്തനാപുരത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 40-നും 50-നും ഇടയ്ക്ക് വയസ്സുള്ള ഒരു പുരുഷൻ്റെ മൃതദേഹമാണ്. ഏതാണ്ട് ഏണിൻ്റെ ഭാഗത്ത് ഒരു കത്രിക കൊണ്ട് കുത്തിയ ആഴത്തിൽ ഉള്ള മുറിവുണ്ട്. അതിനുശേഷം അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട്, മരിച്ച വ്യക്തിക്ക് കാലിന് സ്വാധീനക്കുറവുണ്ട്. പോലീസ് ഉടൻ തന്നെ അന്വേഷണം
ആ മേഖലയിലേക്ക് വ്യാപിച്ചു. കഴിഞ്ഞാൽ ഒരു അന്വേഷണ ആ ടീമിനെ തന്നെ രൂപീകരിച്ചിട്ട് അവർ മിസ്സിംഗ് കേസുകൾ, കാലിന് സ്വാധീനമില്ലാത്ത ഒരു മിസ്സിംഗ് കേസ് ഉണ്ടോ എന്നുള്ള കാര്യം, ഒരു 40-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പുരുഷൻ, അദ്ദേഹത്തിന് എവിടെയെങ്കിലും മിസ്സിംഗ് കേസ് ഉണ്ടോ? ഒന്നെങ്കിൽ ഇത് ഇവർക്ക് പോലീസിന് ഏറ്റവും കൂടുതൽ കുഴക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളിയാണോ എന്ന് പറഞ്ഞിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ ആരെങ്കിലും ആണോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ടായിരുന്നു. മാലൂരെ, അത് മാത്രമല്ല ഈ മർഡർ നടന്ന ആ പ്ലേസിൽ നിന്ന് ആകെ പോലീസിന് ലഭിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു കത്രികയും ഒരു കന്നാസും അതോടൊപ്പം തന്നെ ഒരു ബാഗുമാണ്. ഒരു ബാഗും കത്രിക, കന്നാസ്, ഇത്ര എവിഡൻസ് മാത്രമേ. ബാക്കി അന്ന് ഡോഗ് സ്ക്വാഡ് വന്നിട്ടുണ്ടായിരുന്നു. പോലീസിൻ്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. അതെ. ആ 1.5 ഏക്കർ റബ്ബറും തോട്ടം അവർ അരിച്ച് പറിക്കായിരുന്നു. ഒരു സ്വകാര്യ വ്യക്തിയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പം പക്ഷെ അവർക്ക് കിട്ടിയ ഇത്ര മാത്രം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ സ്ഥലത്തുള്ള CCTV ക്യാമറ മുഴുവൻ പരിശോധിച്ചു. ആ സ്ഥലത്തേക്ക് വരുന്ന പുറംനാട്ടുകളിൽ നിന്നുള്ള കോളുകൾ അത് പരിശോധിച്ചു. എന്നിട്ട് അത്തരം കോളുകൾ വിളിച്ച ആൾക്കാരെ മൊത്തം അവർ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ വിളിച്ച് ചോദ്യം ചെയ്തു. പക്ഷേ പോലീസിന് വലിയ തെളിവോ തുമ്പൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസുകാർക്ക് ഒരു തുമ്പ് കിട്ടുന്നത്. ഈ പെട്രോൾ പമ്പിലെ CCTV പരിശോധിച്ചപ്പോഴാണ് പെട്രോൾ പമ്പിലെ ഒരു CCTV ദൃശ്യത്തിൽ നിന്നും അവർക്കൊരു ഒരു കന്നാസ്, ഈ അവിടെ നിന്ന് ആ സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ കന്നാസ്, ആ കന്നാസിൽ പെട്രോൾ മേടിക്കുന്ന ഒരു യുവാവ്, ഒരു 40-45 വയസ്സുള്ള ഒരാളെ, മഞ്ഞ ഷർട്ട് ഇട്ട ഒരാളെ, അത് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും ഫോട്ടോ അയച്ചു തന്നിട്ട് ഇങ്ങനെ ഒരാളാണ് പ്രതി, അല്ലെങ്കിൽ ഈ കൊലപാതകമായിട്ട് ബന്ധമുള്ള ഒരാളാണ്, ഇദ്ദേഹമായിരിക്കും പ്രതി, ഇദ്ദേഹമായിരിക്കും ആളെ കൊന്നിട്ടുണ്ടാവുക എന്ന രീതിയിൽ പോലീസിൻ്റെ ഒരു നിഗമനം അങ്ങനെ ആദ്യത്തെ തന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച അന്വേഷണം മുഴുവൻ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട് എന്ന സ്ഥലത്തുള്ള ഒരാളാണ്. ടൈൽ പണിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആനിക്കുട്ടൻ എന്നാണ്. അദ്ദേഹത്തിന് വേറൊരു പേര് എന്ന് പറഞ്ഞാൽ പാപ്പർ എന്ന് വിളിക്കുന്നതാണ്. പാപ്പർ എന്നാണ് അദ്ദേഹത്തെ ആ പ്രദേശത്ത് മുഴുവൻ അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹമാണ് ഈ കന്നാസുമായിട്ട് അവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം അത് പോലീസുകാർ വ്യക്തമായിട്ട് പുറത്ത് വിട്ടൊരു കാര്യമാണ്. അങ്ങനെ ഈ പാപ്പർ അനിക്കുട്ടനെ തേടിയായി പിന്നെ എല്ലാവരുടെയും യാത്ര. ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ കിട്ടിയെങ്കിൽ മാത്രമേ ഇനി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ആരെയാണ് കൊന്നത്, പാപ്പർ ആരെയാണ് ഇവിടെ കൊണ്ടുവന്ന് കൊന്നത്, അല്ലെങ്കിൽ അനിക്കുട്ടൻ ആരെയാണ് ഇവിടെ കൊണ്ടുവന്ന് കൊന്നത് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാകണമെങ്കിൽ ഇദ്ദേഹത്തെ കിട്ടണം. ഇദ്ദേഹത്തിന് വേണ്ടിയായി തെരച്ചിൽ പല മേഖലയിലായിട്ടുള്ള ഒരുപാട് സ്ഥലത്തേക്കൊക്കെ പോലീസ് അന്വേഷണത്തിനുണ്ട്. കാരണം ഇദ്ദേഹം തിരുവനന്തപുരം, എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഹൗസിൽ തിരുവനന്തപുരം, അവിടെ ആ പ്രദേശത്തുകൊണ്ടാണ് തോന്നുന്നു, അവിടെ ഇപ്പോൾ അന്വേഷിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നു. അപ്പം ഇവിടെ ഒന്നും ആർക്കും ഈ അനിക്കുട്ടനെ കുറിച്ചൊരു അറിവും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്, രസകരമായൊരു ട്വിസ്റ്റ് വരുന്നത് ഈ അന്വേഷണത്തിൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു. അതിന് ശേഷം വരുന്നത് DNA ടെസ്റ്റിൻ്റെ ഫലം വരുമ്പോഴത്തേനാണ് വലിയൊരു ട്വിസ്റ്റ് അതിനകത്ത് നടന്നത്. ഈ മരിച്ച വ്യക്തി, മരണപ്പെട്ട വ്യക്തി അനിക്കുട്ടനാണെന്ന് പറയുന്നത്. അപ്പം അനിക്കുട്ടനാണ് മരിച്ചതെങ്കിൽ അനിക്കുട്ടനെ കൊന്നതാരാ? ഒരു വലിയ ചോദ്യമാണ്. അത് പോലീസാണ് പറയുന്നത്. അനിക്കുട്ടനെ കൊന്നതാരാണ്? അവിടെയാണ് ജനങ്ങൾക്ക് സംശയമാകുന്നത്. ജനങ്ങൾ ചോദ്യമുയർത്തുന്നത് ഏതോ ഉന്നതന്മാരെ സംരക്ഷിക്കാൻ പോലീസ് ചില കഥകൾ മെനയുന്നു എന്ന് സംശയിക്കത്തക്ക രീതിയിൽ ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. മാലൂരെ, അതുമാത്രമല്ല, ശരിക്കും അതൊരു ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ചാരുമൂട് സ്വദേശിയായിട്ടുള്ള ഈ അനിക്കുട്ടൻ പുനലൂർ ഈ ആളുകേറാ മലയിൽ വന്ന് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യകതയില്ല. അത് നമ്മൾ സാധാരണ രീതി നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നല്ലതാണ്. കാരണം ഈ പറയുന്ന പ്രദേശം ചിലപ്പോൾ അനിക്കുട്ടനെ അറിയാൻ വയ്യാത്തൊരു പ്രദേശമായിരിക്കാം. അല്ല, അനിക്കുട്ടൻ അറിയാവുന്ന പ്രദേശമാണെങ്കിൽ തന്നെയാണെങ്കിലും അനിക്കുട്ടൻ അവിടെ നിന്ന് ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. അതും ചെങ്ങലയിലൊക്കെ ബന്ധിച്ചിട്ട് സ്വയം കുത്തിച്ചാവത്തൊന്നുമില്ലല്ലോ അവർ. പെട്രോൾ പമ്പിൽ ഈ മല മുഴുവൻ കയറി മലയിലേക്ക് കയറിയിട്ട് അത് സ്വയം ഒഴിച്ചിട്ട് കത്തിച്ചിട്ട് ഈ മുതുകിന് കുത്തിയിട്ട് ഇദ്ദേഹം ചെങ്ങലയിൽ അവിടെ ബന്ധിച്ചവിടെ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ അനിക്കുട്ടന്. അതാണ് പോലീസ് ഈ പറയുന്നതിൻ്റെ നമ്മുടെ ഒന്നും യുക്തിക്ക് നിരക്കാത്തതിൻ്റെ കാര്യം. അതാണ് പോലീസ് എന്താണ് പറയുന്നത്. പോലീസ് എനിക്ക് തോന്നുന്നത് അടുത്തൊരു റീപോസ്റ്റ്മോർട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു കേരള പോലീസിൻ്റെ ഇപ്പോഴത്തെ ഇതിൻ്റെ അന്വേഷണ ചുമതല പുനലൂർ അസിസ്റ്റൻറ്റ് പോലീസ് സൂപ്രണ്ട് അപർണയാണെന്ന് തോന്നുന്നു. അപർണയ്ക്കാണ് ഇപ്പോഴും അതിൻ്റെ ചാർജ്. അപർണയ്ക്കാണ് അതിൻ്റെ ചാർജ് തോന്നുന്നു.
ഈ മർഡർ അറ്റംപ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ടീമാണ് ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് നല്ലൊരു ടീമിനെ തന്നെയൊക്കെയാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പോലും കേരള പോലീസിനൊരു കീറാമുട്ടി മലയായിട്ട് നിലനിൽക്കുന്നു. അതിന് ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലപ്പം പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവുകളൊക്കെ മിസ്സായിട്ടുണ്ടാവും. ഈ കേസിൻ്റെ നാളുവഴികളാണ് നമ്മൾ പരിശോധിച്ചത്. അതേതാണ്ട് ലാസ്റ്റ് DNA ടെസ്റ്റ് വരെ എത്തി നിൽക്കുന്ന ഇതാണ്. ഇപ്പം ഈ കേസ് ഇതുവരെ ഇങ്ങ് എത്തിയിട്ടില്ല. ഈ പൊതുസമൂഹത്തിന് അറിയാനുള്ളത് അനിക്കുട്ടനാണ് മരിച്ചതെങ്കിൽ അനിക്കുട്ടനെ കൊന്നതാര്, ഇനി അനിക്കുട്ടനാണ് ഒരാളെ കൊന്നതെങ്കിൽ അതാരാണ്. അതുമാത്രമാണ് നമുക്ക് കേരള പോലീസിനോട് ചോദിക്കാനുള്ളത്. അതിന് ഉത്തരം തരേണ്ടത് കേരള പോലീസാണ്. എന്തു തന്നെയായാലും പൊതുസമൂഹത്തു നിന്ന് ഉയർന്നു വരുന്ന വലിയൊരു ചോദ്യമാണ് റജി മാലൂർ ഇവിടെ ചോദിച്ചത്. കേരള പോലീസിൻ്റെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു ടീമാണ് ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ഫോക്കസ് മീഡിയയുടെ ക്രൈം ഡെസ്കിൽ അടുത്തൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം.